ഹലോ വെൽക്കം ടു എൽജിസോർ ലാൻഡ്. ഇന്ന് മൂവി സെഷൻസ് എപ്പിസോഡ് 6 ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പഴയൊരു തമിഴ് സിനിമയായിട്ടാണ് വരുന്നത്. പണ്ടെങ്ങോ ടി വിയിൽ വന്ന സമയത്ത് കണ്ടൊരു സിനിമയാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക തമിഴ്നാട്ടിൽ പോയിട്ട് വെലുസിയ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒട്ടുമിക്കവരും കണ്ടൊരു സിനിമയായിരിക്കും. എങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പടം സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ് പടം, എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ അറിയണ്ടേ? അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഒരു മിനിറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള മൂവി സെഷൻസ് മൂവി ടോക്സ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. രാജീവ് മേനോൻ സംവിധാനം ചെയ്ത് 2000 റിലീസായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴാണ് രാജീവ് മേനോനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായിട്ടോ. ഞാൻ വിചാരിക്കുന്നത് മണിരത്നമാണെന്നാണ്. കാരണം ഒരു മണിരത്നം സ്റ്റൈലാണ് ആ മൂവി. വേറൊന്നുമല്ല, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, അതേപോലെ തന്നെ തല അജിത്ത്, അതേപോലെ ഐശ്വര്യ റായ്, ഇവരെല്ലാം ചേർന്ന് തബു, ഇവരെല്ലാം ചേർന്ന് സൂപ്പർ ഹിറ്റായ കണ്ടുകൊണ്ടേൻ ഒരു നല്ല ഒന്നാമതൊരു പ്രണയ കാവ്യമാണല്ലേ. അപ്പോൾ ഞാൻ ഈ സിനിമ പണ്ട് എപ്പോഴോ ടി വിയിൽ കണ്ട സമയത്ത് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ, നമ്മുടെ മമ്മൂട്ടി തമിഴ്നാട്ടിൽ പോയിട്ട് സൂപ്പർ ഹിറ്റാക്കിയൊരു സിനിമ, അതേപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ച് നമ്മളെല്ലാം ഞെട്ടിച്ചൊരു സിനിമ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഈ കണ്ടുകൊണ്ടേൻ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ആമസോൺ പ്രൈമിൽ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു പടമേ അല്ല, ഞാൻ ചിന്തിച്ചിരുന്ന ഒരു തീമേ അല്ല ആ സിനിമയ്ക്ക് എന്ന് തോന്നിപ്പോയി. നമ്മുടെ വളർച്ചയായിരിക്കും, നമ്മുടെ മനസ്സിൻ്റെയൊക്കെ വളർച്ചയായിരിക്കും ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുമാണ്. ശരിക്കും ഈ ഒരു സിനിമയുടെ പേര് കണ്ടുകൊണ്ടേൻ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് റഹ്മാൻ്റെ മ്യൂസിക്, അതേപോലെ തന്നെ മമ്മൂക്കയുടെ അജിത്തിൻ്റെയൊക്കെ ഫേസ്, പിന്നെ ഐശ്വര്യ റായ് തബു, ഇത് ജസ്റ്റ് ഓർമ്മ വരും. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ പ്രപ്പോസ് സീനാണ്. മമ്മൂട്ടിയുടെ അല്ല, മമ്മൂക്കയോട് നമ്മുടെ ഐശ്വര്യ റായ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ കാലുകൊണ്ട് വയ്യാത്ത മമ്മൂക്ക അത് നിരസിക്കുന്നൊരു സീനുണ്ട്. മനസ്സിൽ ഒരുപാട് ഇഷ്ടം വെച്ചിട്ടും അത് നിരസിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സീനൊക്കെയാണ് നമുക്ക് ഈ കണ്ടുകൊണ്ടേൻ എന്ന് പറഞ്ഞ സിനിമ വരുമ്പോൾ മനസ്സിലോട്ട് ആദ്യമായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ സോങ് എന്നെ സൊല്ല പോകിറ എന്നുള്ള സോങ്, അജിത്തിൻ്റെ ആ ഒരു ആക്ഷൻ, അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു മരുഭൂമിയിലെ പാട്ട് സീനൊക്കെയാണല്ലേ നമുക്ക് ആദ്യം ഓർമ്മ വരിക. പക്ഷേ ഞാൻ ഈ പറഞ്ഞല്ലോ, കുറേ കാലത്തിന് ശേഷം ആ സിനിമ ആമസോൺ പ്രൈമിൽ കണ്ടപ്പോൾ സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ച വേറൊരു രീതിയിൽ എനിക്ക് ആ സിനിമയെ നോക്കിക്കാണാൻ സാധിച്ചു. അതായത് രണ്ട് സഹോദരിമാരുടെ ഒരു സിനിമയായിട്ടാണ്. അതായത് നായകന്മാരായിട്ട് മമ്മൂട്ടിയും അതേപോലെ തന്നെ അബ്ബാസും അജിത്തും ഒക്കെ ഇടയ്ക്ക് തല കാട്ടി പോകുന്നു എന്നേ ഉള്ളൂ. ശരിക്കും റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഐശ്വര്യ റായുടെയും തബുവിൻ്റെയും സിനിമയാണ് ഈ കണ്ടുകൊണ്ടേൻ എന്ന് പറയുന്നത്. രണ്ട് സഹോദരിമാരുടെ അതിജീവനത്തിന്റെ കഥയാണ്. തബു അസാധ്യമായിട്ടുള്ള മെയ്വഴക്കത്തോടെ അഭിനയിച്ചിരിക്കുന്നു എന്ന് തന്നെ അനിയത്തിയായിട്ട് ഐശ്വര്യയും ഗംഭീരമാക്കി. ശരിക്കും ഇവരുടെ രണ്ടുപേരുടെ, ഐശ്വര്യയും തബുവും, ഈ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ വീക്ഷണകോണിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ശരിക്കും കിട്ടിയ അവസരങ്ങളൊക്കെ, അതായത് ഈ രണ്ടുപേരുടെയും നായകന്മാരായിട്ടാണ് ഇവർ വന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ മമ്മൂക്ക കിട്ടിയ അവസരം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എത്ര അനായാസമായിട്ടാണ് പ്രപ്പോസൽ ചെയ്യുന്നത് അദ്ദേഹം അഭിനയിക്കുന്നത്. അതിൻ്റെ കണ്ണുകൾ ചുണ്ടുവരച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ്, എന്താ പറയുക, ശരിക്കും ഒരു പാഠപുസ്തകം എന്ന് പറയുന്ന പോലെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു അഭിനയ മെയ്വഴക്കത്തോടെയുള്ള ഒരു ആക്ടിങ് സ്കില്ല് തന്നെയാണ് അദ്ദേഹം അവിടെ പുറത്തെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ബെസ്റ്റ് സിംഗർക്കുള്ള ദേശീയ അവാർഡ് അടക്കം 7 ഫിലിം ഫെയർ അവാർഡുകളും ഈ ഒരു സിനിമ കരസ്ഥമാക്കിയിരുന്നു. അതേപോലെ ഒട്ടേറെ ഇന്റർനാഷണൽ ചലച്ചിത്ര മേളകളിലും ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. ശങ്കർ മഹാദേവന് ഇതിൽ പാട്ടുപാടിയതിന് അവാർഡ് കിട്ടിയിട്ടോ, ദേശീയ അവാർഡ് കിട്ടി. എങ്ങനെ കിട്ടാണ്ടിരിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടുകൊണ്ടേൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു മ്യൂസിക്കൽ ആൽബം പോലുള്ളൊരു പടം തന്നെയാണ്. ആ സിനിമയിലെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ആലപിച്ചിരിക്കുന്നത്. 7 കിടിലൻ പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. കണ്ടിട്ടില്ലാത്തതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട പല സിനിമകളും വീണ്ടും കാണുമ്പോൾ പല മാറ്റങ്ങൾ ഫീൽ ചെയ്യും അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ പണ്ട് കണ്ട പല പടങ്ങളും ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ തന്നെ ജയറാമിൻ്റെ ഒക്കെ പഴയ പല പടങ്ങളും ഇപ്പോൾ തന്നെ ട്രോളിന് ഇരയാവുന്നുണ്ടല്ലേ. കാരണം ആ സ്നേഹം, അതേപോലെ മമ്മൂട്ടിയുടെ വാത്സല്യം, ഈ സിനിമകളിലൊക്കെ ഇപ്പോഴും അപ്പോഴത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും ഡിഫറെൻ്റ് ആണെന്ന രീതിയിലും അവരൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ വായിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളന്ന് കണ്ടിരുന്ന പല സിനിമകളെയും നമ്മുടെ വീക്ഷണങ്ങളിൽ മാറുന്നതനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കണ്ടുകൊണ്ടേ എന്ന് പറയുമ്പോൾ രണ്ട് സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ, അല്ലെങ്കിൽ രണ്ട് യുവതികളുടെ ജീവിതത്തിൻ്റെ കഥയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അന്ന് മമ്മൂട്ടിയുടെ പടം പോലെ തോന്നിയത് ഇന്ന് ഐശ്വര്യ റായുടെയും തബുവിൻ്റെയും പടം പോലെ തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കണ്ടുകൊണ്ടേൻ കാണാത്തതുണ്ടെങ്കിൽ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.